എം.ടി. വാസുദേവൻ നായരുടെ വിയോഗത്തിൽ തേങ്ങി ജന്മനാടായ കൂടല്ലൂർ ഗ്രാമം. തങ്ങളുടെ വിലാസം തന്നെ എം.ടിയുടെ നാട്ടുകാരൻ എന്നാണെന്ന് കൂടല്ലൂരുകാർ പറയുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം ഏറെ വേദനയുണ്ടാക്കുന്നതാണെന്നും നാട്ടുകാരും ബന്ധുക്കളും പ്രതികരിച്ചു. എൻ്റെ സാഹിത്യ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് കൂടല്ലൂരിനോടാണ്. വേലായുധേട്ടൻ്റെയും ഗോവിന്ദൻകുട്ടിയുടെയും പകിടകളിക്കാരൻ കോന്തുണ്ണി അമ്മാമ്മയുടെയും കാതുമുറിച്ച മീനാക്ഷി ഏടത്തിയുടെയും നാടായ കൂടല്ലൂരിനോട്. അച്ഛൻ, അമ്മ, ജ്യേഷ്ഠന്മാർ, ബന്ധുക്കൾ, പരിചയക്കാർ, അയൽക്കാർ ഇവരെല്ലാം എനിക്ക് പ്രിയപ്പെട്ട കഥാപാത്രങ്ങളാണ്. എൻ്റെ ചെറിയ അനുഭവമണ്ഡലത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരുടെ കഥകളാണ് എൻ്റെ സാഹിത്യത്തിൽ ഭൂരിഭാഗവും. എനിക്ക് സുപരിചിതമായ ഈ ഗ്രാമമാണ് എൻ്റെ ഭൂരിപക്ഷം കൃതികളുടെയും പശ്ചാത്തലം. അതിലൂടെ ഒഴുകുന്ന പുഴ എൻ്റെ ജീവധമനിയാണ്. കൂടല്ലൂരിനെക്കുറിച്ച് എം.ടി. വിശേഷിപ്പിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: കൊടിക്കുന്ന തമ്മയെയും കുരുതിത്തറയും കണ്ണാന്തളി പൂക്കളെയുമെല്ലാം കൈരളിക്ക് പരിചയപ്പെടുത്തിയ നാട്. എം.ടിയുടെ വിയോഗം കൂടല്ലൂർക്കാർക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹസ്ബൻഡ് അവരുടെ ഏട്ടൻ്റെ വീടാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന വീട്. അത് പത്തായിപ്പുരയായിരുന്നു. അപ്പോൾ അതിങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് എടുത്തതാണ്. പുറത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഒരു കുടുംബം പോലെ കഴിയുന്നു. പിന്നെ ഓണം, വിഷു കാലം ആ സമയത്തൊക്കെ ഉണ്ണിമാമ എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കാറ്. ഉണ്ണിമാമ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അത് താങ്ങാനാവാത്തൊരു വിഷമമായിട്ട് കാണുന്നു. കൂടല്ലൂരിലെ തറവാട്ട് വീട്ടിലും വിയോഗ വാർത്തയറിഞ്ഞ് ഇന്ന് പലരും എത്തി. കഥാകാരൻ പഠിച്ച മലമൽക്കാവ് സ്കൂളിലും കുമരനെല്ലൂർ സ്കൂളിലുമെല്ലാം നാട്ടുകാർ പ്രിയപ്പെട്ട എഴുത്തുകാരനെ അനുസ്മരിച്ചു. 100 വർഷത്തോളം പഴക്കമുള്ള സ്കൂളാണ്. ഈ സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ അക്ഷരാഭ്യാസം ആരംഭിച്ചത്. അക്ഷരങ്ങളാണ് വളർന്ന് നമ്മളെ അദ്ദേഹത്തിൻ്റെ ആരാധകരാക്കി മാറ്റുന്നവരും. അദ്ദേഹം മലയാളത്തിന് നൽകിയ സംഭാവനകൾ എക്കാലത്തും എം.ടി. കാലത്തിന് അതീതനായ ഒരു മനുഷ്യനാണ്. മലയാള സാഹിത്യത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തിയ മനുഷ്യന് മുന്നിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എഴുത്തിൽ സജീവമായതോടെ എം.ടി. കോഴിക്കോട്ടേക്ക് സ്ഥിരതാമസമാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥകളിൽ അത്രയും കൂടല്ലൂരുണ്ടായിരുന്നു. അറിയാത്ത സമുദ്രങ്ങളെ തേടുന്നതിനേക്കാൾ എനിക്കിഷ്ടം അറിയുന്ന എൻ്റെ നിളയെക്കുറിച്ച് എഴുതാനാണ് എന്ന് എം.ടി. എവിടെയോ പറഞ്ഞതും അതുകൊണ്ട് തന്നെ. എം.ടി. വാസുദേവൻ നായർ എന്ന യുഗപുരുഷൻ വിടവാങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കൂടല്ലൂരെന്ന ഗ്രാമത്തിലും മാടത്ത് തെക്കേപ്പാട്ടെ ഈ വീട്ടിലും എന്നും നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. പി.ആർ. മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.